നമുക്ക് ഡോക്ടർ സുരേഷ് കുമാർ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. നമ്മളെ അധികം താമസിയാതെ തന്നെ പ്രഭാഷണത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് അറിവിൻ്റെ 4ാമത്തെ പദ്യമാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ അദ്ദേഹത്തെ പോകുന്നതെന്ന് കരുതുന്നു. 3 നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ സകലിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന് അല്ലാതെ മറ്റൊരിടത്ത് എന്ത് ഇരിക്കുന്നു? എല്ലായിടും ഭഗവാനെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അല്ലാതെ മറ്റൊരിടത്തും ഭഗവാൻ ഇല്ലാത്ത, അതായത് ചൈതന്യ സ്വരൂപം അതില്ലാത്ത മറ്റൊന്നും തന്നെ എങ്ങും കാണാൻ കഴിയില്ല. ഏകദേശം ഈ അർത്ഥമായിരിക്കണം നമുക്ക് ഇന്ന് 4ാമത്തെ പദ്യത്തിലൂടെ അദ്ദേഹം സ്വാമി നാരായണ ഗുരുസ്വാമികൾ അറിവിലൂടെ നമുക്ക് പകർന്നു തരുന്നത്. നമ്മൾ ഏറ്റവും സ്നേഹത്തോടുകൂടി ഡോക്ടർ സുരേഷ് കുമാറിനെ സ്വാഗതം ചെയ്യുന്നു. അതിനു മുൻപായിട്ട് പ്രാർത്ഥനയോടെ രാധ പ്രാർത്ഥന. ഓം ശ്രീ വിദ്യാധിരാജായ നമഃ. തീർത്ഥം പാപഹരം പവിത്രം അറിവിൻ സാരസ്വതം സാഗരം സാർത്ഥം നിഷ്കളമാത്മബോധമഖിലാണ്ട പ്രേമപൂർണാകരം ദീപ്തം പാദയുഗം പ്രകാശനിലയം സച്ചിത് സുഖത്തിൻ പദം സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. സത്യജ്ഞാനബലം തരുന്നൊരഭയം ശ്രീനീലകണ്ഠൻ ഗുരു. നരരൂപം ധരിച്ചൊരു പരമാത്മസ്വരൂപനാ നാരായണ ഗുരുത്തംസം സാഷ്ടാംഗം പ്രണമിച്ചിടാം. പ്രീതിക്കാളാകിലോരാതഖില മഹിമയും ഭൂതിയും നൽകുമേതോ ചൈതന്യം പൂണ്ടും അപ്രീതിയിലപജയമുണ്ടാക്കിയും നിൽക്കയാലേ ഏതിനും മൂലമല്ലോ ഗുരുകൃപയതിനാൽ ഭുക്തിയും മുക്തിയും മേൽ സാധിപ്പാനോർത്തു നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേൻ. സാധിപ്പാനോർത്തു നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേൻ. ഓം ഗുരുഭ്യോ നമഃ. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ധിക്കോരാവിവൻ തോണി നിൻപദം ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കം പോലുള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്
ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ വാഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഓം ഗുരുഭ്യോ നമഃ. നാലാമത്തെ ശ്ലോകം. അറിവിനു നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളതെങ്ങിരുന്നീടും അറിവേതിന്നിങ് അതുപോയി എന്നിതെങ്ങിരുന്നീടും. സ്വാഗതം ഡോക്ടർ സുരേഷ് കുമാർ. നമസ്കാരം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംബൂവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമ്മൾ ഇന്ന് നാലാമത്തെ പദ്യമാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അറിവിന് നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളതെങ്ങിരുന്നീടും അറിവേതിഞ്ഞതുപോയി അറിയുന്നങ്ങെന്നിതെങ്ങിരുന്നീടും. അറിവിന് നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളതെങ്ങിരുന്നീടും അറിവേതെന്നിഞ്ഞതുപോയി അറിയുന്നങ്ങെന്നിതെങ്ങിരുന്നീടും. അതായത് അറിവിന് നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളത് എങ്ങിരുന്നീടും. അറിവിന് നിറവുണ്ടെന്നാൽ അറിവിന് നിറവുണ്ട് എന്നാൽ അറിവല്ലാതുള്ളത് എങ്ങിരുന്നീടും. അറിവേത് എന്ന് അതുപോയി അറിയുന്നങ്ങെന്ന് ഇതെങ്ങിരുന്നീടും. അറിവിന് നിറവുണ്ട് എന്നാൽ അറിവല്ലാതുള്ളത് എങ്ങിരുന്നീടും. അറിവേത് എന്ന് അതുപോയി അറിയുന്നങ്ങെന്ന് അറിയുന്നങ്ങെന്ന് ഇതെങ്ങിരുന്നീടും. അതായത് ഗുരു പറയുന്നത് അറിവിന് നിറവുണ്ട് എന്നാൽ അറിവ്, ഇവിടെ അറിവെന്ന് പറയുമ്പോൾ ഈ കൃതിയിലാകെ തന്നെ അറിവിനെ നിരുപാധികമായി കരുതുമ്പോൾ അത് പരമാത്മാവല്ലാതെ മറ്റൊന്നുമല്ല, ബ്രഹ്മം തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ്. അപ്പോ ആ അറിവിൻ്റെ ആംശികമായിരിക്കുന്ന സ്വാഭാവികമായിരിക്കുന്ന നാനാതലങ്ങളെ പ്രതിപാദിച്ച് അവതരിപ്പിക്കുന്നതിലൂടെ നിരുപാധികമായിരിക്കുന്ന അറിവിൻ്റെ ആവിഷ്കാരങ്ങളാണ് ഈ കാണായതെല്ലാം. അറിവിൻ്റെ ആംശികമായ ആവിഷ്കാരങ്ങളായാലും അതേസമയം തന്നെ അറിയപ്പെടുന്നതെന്ന രൂപത്തിലുള്ളതായാലും. അപ്പോൾ അറിവിനെ അദ്ദേഹം പറയുകയാണ് അറിവിന് നിറവുണ്ട്. അറിവിന് നിറവുണ്ട് എന്നാൽ അതിൻ്റെ അന്വയാർത്ഥം പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. അറിവിന് നിറവുണ്ട് എന്നാൽ അറിവിനെന്ന് വെച്ചാൽ ആത്മാവിന്
അറിവിന് നിറവുണ്ട്, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അറിവിന് നിറവുണ്ട്. അറിവിന് നിറവുണ്ട് എന്നാൽ അറിവിന്, അതായത് ആത്മാവിന് മാത്രമാണ് എങ്ങും നിറഞ്ഞിരിക്കുന്ന ഉണ്മയുള്ളത്. അത് ശാസ്ത്രസിദ്ധമാണ്. ശാസ്ത്രം അതാണ്, വേദാന്ത ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ളതാണ്. വേദാന്ത ശാസ്ത്ര സമ്മതമായ തത്വമാണ്. എന്ത്? അറിവിന് നിറവുണ്ട്, പൂർണ്ണതയുണ്ട് എന്ന്. സർവവ്യാപിയാണ്, സർവത്രകനാണ് ആത്മാവെന്നത്, അറിവെന്നത്. അപ്പൊ അറിവിന് നിറവുണ്ട്. എന്നാൽ അങ്ങനെയെങ്കിൽ ആ സ്ഥിതിക്ക് അറിവല്ലാതുള്ളത്, അറിവല്ലാത്തത്, ലളിതമായി പറഞ്ഞാൽ അനാത്മാവ്. അറിവല്ലാതുള്ളത്, അറിവല്ലാത്തത്, അനാത്മാവായിരിക്കുന്ന, അറിവിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഏതൊരു വസ്തുവുണ്ടോ അത് എങ്ങിരുന്നീടും എവിടെ ഉണ്ടായിരിക്കുവാനാണ്? എവിടെയാണ് അത് നിലകൊള്ളുക? അറിവ് സർവത്ര നിറഞ്ഞു നിലകൊള്ളുമ്പോൾ അറിവിൽ നിന്ന് ഭിന്നമായ അനാത്മസ്വരൂപമായ യാതൊന്നുണ്ടോ അത് എങ്ങിരുന്നീടും എവിടെ ഉണ്ടായിരിക്കാനാണ്? ഇനി പറയുന്നു, അറിവേത് എന്ന്, അറിവ് ഏത് എന്ന്, അതായത് സർവത്ര നിറഞ്ഞിരിക്കുന്നതായ ഈ അറിവ് എന്ന സത്യം, എന്ന പരമാത്മാവ്, എന്ന ആത്മാവ് ഏതാണെന്ന തരത്തിൽ സർവത്ര നിറഞ്ഞിരിക്കുന്നതായ അറിവ്, അറിവ് ഏത് എന്ന്, സർവത്ര നിറഞ്ഞിരിക്കുന്നതായ, സർവത്ര തിങ്ങി വിങ്ങി നിലകൊള്ളുന്നതായ ഈ അറിവെന്ന യാഥാത്മ്യം, പരമാർത്ഥം ഏതാണ് എന്ന തരത്തിൽ അത് പോയി, ആ അറിവ് തന്നെ അന്വേഷിച്ചു പോയി. അത് പോയി, അറിവല്ലേ ഉള്ളൂ. ആ അറിവ് തന്നെ അന്വേഷിച്ചു പോയി അറിയുന്നങ്ങ് എന്ന്, അറിയുന്ന് അങ്ങ് എന്ന്, അറിയുന്നങ്ങെന്ന്, അത് അങ്ങെവിടെയോ ആണെന്ന്, മറ്റെവിടെയോ ആണെന്ന്. എന്നുവെച്ചാൽ ജ്ഞാതാവ് ജ്ഞേയം, അറിയുന്നവൻ അറിയപ്പെടുന്നത്, അത് മറ്റെവിടെയോ ആണെന്ന്. എന്നുവെച്ചാൽ ഈ അറിവിൽ നിന്ന് ഭിന്നമായ മറ്റെവിടെയോ ആണെന്ന്. അത് അറിയുന്ന അങ്ങ് എന്ന്, അത് അങ്ങെവിടെയോ ആണെന്ന്, മറ്റെവിടെയോ ഇരിക്കുന്ന ഒന്നാണെന്ന മട്ടിൽ അറിയാൻ ശ്രമിച്ചാൽ, അറിയുന്ന അങ്ങ് എന്ന്, അതായത് ഈ അറിവ് എവിടെയാണെന്ന് അന്വേഷിച്ചു പോയി അത് മറ്റെവിടെയോ ഇരിക്കുന്ന ഒന്നാണെന്ന തരത്തിൽ അറിയാൻ ശ്രമിച്ചാൽ, അത് അങ്ങ് എവിടെയോ ഇരിക്കുന്ന ഒന്നാണെന്ന മട്ടിൽ അറിയാൻ ശ്രമിച്ചാൽ ഇത് എങ്ങിരുന്നീടും. അങ്ങനെ ഒരറിവ്, ആ മറ്റെവിടെയോ ആണെന്ന തരത്തിലുള്ള ആ അറിവ് എവിടെ ഇരിക്കുന്നു, എങ്ങിരുന്നീടും, അതെവിടെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ അന്വേഷിച്ച് കണ്ടെത്താവുന്ന ഒരു വിഷയമെന്ന നിലയിൽ ഉള്ള ഒന്നല്ല അറിവെന്ന യാഗസത്യം. അറിവെന്ന് പറയുന്നത് അന്വേഷിച്ച്, എന്നുവെച്ചാൽ നമ്മൾ ഒരു ഘടത്തെ അന്വേഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പടത്തെ അന്വേഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഓവിനെ അന്വേഷിക്കുന്നത് പോലെ തന്നിൽ നിന്ന് അന്യമായി അന്വേഷിച്ച് കണ്ടെത്താവുന്ന ഒരു സത്യമല്ല. എന്നിട്ട് പറയാം, അറിവിന് നിറവുണ്ട് എന്നാൽ അറിവിന്, അതായത് ആത്മാവിന് മാത്രം, ഈ അറിവിന് നിറവുണ്ട് എന്നതൊരു സ്റ്റേറ്റ്മെന്റാണ്. അത് പറഞ്ഞിട്ട്, അത് ശാസ്ത്രസമ്മതമാണ്, അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പറയും. അപ്പോൾ അറിവിന് നിറവുണ്ട്, അറിവ് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന, തിങ്ങി നീങ്ങി നിൽക്കുന്ന എന്താണ്? ആത്മാവാണ്. അങ്ങനെ തിങ്ങി നീങ്ങി നിൽക്കുന്നതായ ആത്മാവ് ആണ്. ആത്മാവ് അങ്ങനെയെങ്കിൽ, അതായത് ആത്മാവ് അങ്ങനെയാണ്, അത് അങ്ങനെയാണ് എങ്കിൽ അറിവിന് നിറവുണ്ട് എന്നാൽ, പൂർണിമയുണ്ട് എന്നാൽ, ആത്മാവിന് മാത്രമാണ് എങ്ങും നിറഞ്ഞിരിക്കുന്ന ഉണ്മയുള്ളത്, യാഥാത്മ്യമുള്ളത്, പരിപൂർണതയുള്ളത്. എന്നാൽ ആ സ്ഥിതിക്ക് അപ്പോൾ അങ്ങനെയെങ്കിൽ അറിവല്ലാതുള്ളത്, അറിവല്ലാത്തത്, ആ അറിവിൽ നിന്ന് ഭിന്നമായത്, അനാത്മസ്വരൂപങ്ങളായിരിക്കുന്ന എന്തോ അത്, അനാത്മാവായിരിക്കുന്നതെന്തോ അത്, ആത്മഭിന്നമായിരിക്കുന്നതെന്തോ അത് എങ്ങിരുന്നീടും എവിടെ ഉണ്ടായിരിക്കാനാണ്? കാരണം എല്ലായിടും ആത്മാവ് തന്നെയാണല്ലോ. അപ്പൊ അതെവിടെ ഉണ്ടായിരിക്കാനാണ്? എവിടെ ഇതിരിക്കും? ആത്മാവ് സർവത്ര ഉണ്ട്, സർവത്രകനാണ്.
സർവത്വം തിങ്ങി തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതാണ്. അങ്ങനെ ഇരിക്കെ ആത്മഭിന്നമായ ഒന്നുണ്ടെങ്കിൽ അതെവിടെ ഇരിക്കും? ഇനി അടുത്ത വരി പറയുന്നത് അറിവേത് എന്ന്, അതായത് സർവത്ര നിറഞ്ഞിരിക്കുന്നതായ ഈ അറിവ് ഏതാണ്, എന്താണ് എന്ന് അത് പോയി, അത് തന്നെ പോയി എന്ന് വെച്ചാൽ ആ അറിവ് തന്നെ അന്വേഷിച്ചു പോയി. അറിയുന്നു അങ്ങ് എന്ന്, അത് അങ്ങ് എവിടെയോ, അതായത് ഒരാൾ ഗോവിനെ അന്വേഷിച്ചു പോകുന്നത് പോലെ, പശുവിനെ അന്വേഷിച്ചു പോകുന്നത് പോലെ അതെവിടെയാണെന്ന് തന്നിൽ നിന്ന് ഭിന്നമായി അന്വേഷിച്ചു പോയി മറ്റെവിടെയോ ഇരിക്കുന്നതാണെന്ന തരത്തിൽ അറിയാൻ ശ്രമിച്ചാൽ, അറിയുന്നു അങ്ങെന്ന് തന്നിൽ നിന്ന് ഭിന്നമാണെന്ന്, അത് അങ്ങെവിടെയോ മറ്റെവിടെയോ ഇരിക്കുന്ന ഒന്നാണെന്ന മട്ടിൽ അറിയാൻ ശ്രമിച്ചാൽ ഇതെങ്ങിരുന്നീടും, അങ്ങനെ ഒരറിവ് എവിടെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ മറ്റു വസ്തുക്കളെ അന്വേഷിച്ച് കണ്ടെത്തുന്നത് പോലെ അറിവിനെ അന്വേഷിച്ച് കണ്ടെത്തുക സാധ്യമല്ല. അതാണ് അന്വേഷിച്ച് കണ്ടെത്താവുന്ന ഒരു വിഷയമെന്ന നിലയിൽ ഉള്ള ഒന്നല്ല അറിവെന്ന ആകസത്യം എന്നർത്ഥം. അതായത് അറിയപ്പെടുന്ന വിഷയമായും അറിയുന്നവനായും ഒക്കെ ഭാസിക്കുന്ന അറിവ്, അറിയപ്പെടുന്ന വിഷയമായും അറിയുന്നവനായും, ജ്ഞാതാവായും ജ്ഞേയമായും, അറിയുന്നവനായും അറിയപ്പെടുന്നതായും, അതായത് അറിയപ്പെടുന്ന വിഷയമായും അറിയുന്നവനായും ഒക്കെ ഭാസിക്കുന്നതായ അറിവിന്, ഒരേ ആത്മാവ് തന്നെ, ഒരേ അറിവ് തന്നെയാണ് ഇങ്ങനെ ഭാസിക്കുന്നത്. ആ അറിവിന് മാത്രമാണ് എങ്ങും നിറഞ്ഞിരിക്കുന്ന ഉണ്മയുള്ളത്, ആണ് പരമയാഥാത്മ്യമുള്ളത്. അത് മാത്രമാണ്, അതാണ് അറിവിന് നിറവുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതായത് ഈ അറിയപ്പെടുന്ന ഘടപടാതി രൂപത്തിൽ അറിയപ്പെടുന്ന സമസ്ത വിഷയങ്ങളായും ആ ഘടപടാദികളെ അറിയുന്നവനായ പുരുഷനായും വ്യക്തിയായും ജ്ഞാതാവായും, അതായത് അറിയുന്നവനായും ഒക്കെ ഭാസിക്കുന്നതായ ഈ അറിവിന്, ഈ ആത്മാവിന് മാത്രമാണ് എങ്ങും നിറഞ്ഞിരിക്കുന്നതായ ഉണ്മയുള്ളത്. അപ്പോ അറിവിന് നിറവുണ്ട്. എന്നാൽ ആ സ്ഥിതിക്ക് അറിവല്ലാത്തത്, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് ഓപ്ഷനാണ്, അതിരിക്കട്ടെ. ആ സ്ഥിതിക്ക് അറിവല്ലാത്തത് അങ്ങനെ ഒന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജഡപദാർത്ഥങ്ങളെ പറയുന്നുണ്ട്, ജഡചിന്തനം, ചിത്തിൽ നിന്ന് ജഡം, അല്ലെ, അങ്ങനെ പറയുന്നുണ്ട്, ദ്വന്ദ്വാത്മകമായി പറയുന്നുണ്ട്. അപ്പൊ സ്ഥിതസ്യ ഗതിർ ചിന്തനീയ എന്നാണ്. ഇപ്പം നമ്മൾ എവിടെ നിൽക്കുന്നു അവിടുന്ന് ചിന്തിക്കുക. ഇപ്പം ദ്വന്ദ്വാത്മകമായ ലോകത്താണ് നാം നിൽക്കുന്നത്. അപ്പൊ അവിടുന്ന് ദ്വന്ദ്വാത്മകത അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദ്വന്ദ്വാത്മകമായ ലോകത്തിൽ, അതാണ് അദ്വൈതം എന്ന് പറയുന്നതിന്റെ സാരം. ഇപ്പൊ ദ്വൈതം അനുഭവപ്പെടുന്നുണ്ട്, അത് അങ്ങനെയല്ല എന്നാണ്. താത്വികമായി അത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് അദ്വൈതം എന്ന് വ്യവഹാരം വരുന്നത്. ഏകമെന്ന് പറയുന്നതിനേക്കാൾ അദ്വൈതം എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ട് അദ്വൈതം എന്ന് വെച്ചാൽ ദ്വൈതാനുഭവമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതിനെ എടുത്തുകൊണ്ട് ഗുരു പറയുകയാണ്, ആ സ്ഥിതിക്ക് എന്നർത്ഥം ഒന്ന് മാത്രമേ സത്യമായുള്ളൂ എങ്കിൽ, അറിയപ്പെടുന്ന വിഷയമായും അറിയുന്നതായും ഒക്കെ ഭാസിക്കുന്ന അറിവ് മാത്രമാണ് എങ്ങും നിറഞ്ഞിരിക്കുന്നതായ ഉണ്മയുള്ളത് എങ്കിൽ, അങ്ങനെയെങ്കിൽ അറിവല്ലാത്തത് അനാത്മാവായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എവിടെ ഉണ്ടായിരിക്കാനാണ്? അനാത്മാവായത് എവിടെ ഉണ്ടായിരിക്കാനാണ്? എവിടെ സ്ഥിതി ചെയ്യാനാണ്? അനാത്മാവിന് അസ്തിത്വമില്ല എന്നർത്ഥം. അങ്ങനെയുള്ള അറിവ്, അത്രയും പറഞ്ഞു വെച്ചതിന് ശേഷം പറയുകയാണ്, അങ്ങനെയുള്ള സർവത്ര തിങ്ങി വിങ്ങി നിലകൊള്ളുന്നതായ നിറഞ്ഞിരിക്കുന്നതായ ആ അറിവ്, ആത്മാവ്, അതായത് എന്ന് നാം വിളിക്കുന്നത് ഏതിനെയാണോ അതെവിടെ ഇരിക്കുന്നുവെന്നോ, അതെന്ന് വെച്ചാൽ അതെവിടെ ഇരിക്കുന്നു, അതെന്താണ് എന്ന തരത്തിൽ അന്വേഷിച്ച് നടന്നാൽ അതിനെ എവിടെ കണ്ടെത്താനാണ്? അതിനെ എങ്ങും കണ്ടെത്തുക ബാഹ്യമായി, അതിൽ നിന്ന് ഭിന്നമായി ഒരിടത്തും അതിനെ കണ്ടെത്താൻ കഴിയുകയില്ല എന്നർത്ഥം. ആ അറിവ് തന്നെയാണല്ലോ വാസ്തവത്തിൽ അന്വേഷണം നടത്തുന്നത്. അതായത് അന്വേഷിക്കുന്നവൻ തന്നെയാണ് അന്വേഷിക്കപ്പെടുന്നത്. അപ്പോ അത് അവനിൽ തന്നെ അറിയുക എന്നതല്ലാതെ പുറത്തൊരിടത്തും അറിയുക സാധ്യമല്ല എന്നർത്ഥം. കസ്തൂരിയുടെ മണത്തെ അന്വേഷിച്ച എന്ന് പറയുന്നത് പോലെ, അതായത് അത് മറ്റു വസ്തുക്കളെ അന്വേഷിച്ച് കണ്ടെത്തുന്നത് പോലെ കണ്ടെത്താവുന്നതായ ഒന്നല്ല എന്നർത്ഥം. അറിവിന് നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളതെങ്ങിരുന്നീടും, അറിവേതെന്ന് ഇഞ്ഞതുപോയി അറിയുന്നങ്ങ് എന്നിതങ്ങിരുന്നീടും.
അതായത് അറിയപ്പെടുന്ന വിഷയമായും അറിയുന്നവനായും ഒക്കെ ഭാസിക്കുന്നതായ പ്രകടമാകുന്നതായ അറിവിനഥവാ ആത്മാവിന് മാത്രമാണ് എങ്ങും നിറഞ്ഞിരിക്കുന്നതായ തിങ്ങി വിങ്ങി നിലകൊള്ളുന്നതായ തരത്തിലുള്ള ഉണ്മയുള്ളത്, യാഥാത്മ്യമുള്ളത്, വാസ്തവമുള്ളത്. ആ സ്ഥിതിക്ക് അറിവല്ലാത്തത്, അതായത് അനാത്മസ്വരൂപമായിരിക്കുന്നത് എവിടെ ഉണ്ടായിരിക്കുവാനാണ്? അനാത്മാവിന് അസ്തിത്വമില്ല എന്നർത്ഥം. അങ്ങനെയുള്ള അറിവ് എന്ന് വെച്ചാൽ എങ്ങും തിങ്ങി വിങ്ങി നിലകൊള്ളുന്നതായ ആ അറിവ് അത് അതെന്താണ് എന്നോ അല്ലെങ്കിൽ അതെവിടെ ഇരിക്കുന്നു എന്നോ ഒക്കെ ഉള്ള തരത്തിൽ അന്വേഷിച്ച് നടന്നാൽ അതിനെ എവിടെ കണ്ടെത്താനാണ്? ബാഹ്യമായ ഒരിടത്തും അറിവിനെ കണ്ടെത്താൻ കഴിയുകയില്ല. ആ അറിവ് തന്നെയാണല്ലോ വാസ്തവത്തിൽ അന്വേഷണം നടത്തുന്നത്. ജ്ഞാതാവ് ന്യായത്തെ, അതായത് അറിയുന്ന ആള് തന്നെ അന്വേഷിച്ച് പുറത്തു പോകുന്നത് പോലെ എന്നർത്ഥം. അതാണ് ആ അന്വേഷകനായിരിക്കുന്നത് ആരോ അയാൾ തന്നെയാണ് അന്വേഷിക്കുന്നത് എന്നർത്ഥം. അല്ലെങ്കിൽ അയാളെ തന്നെയാണ് ബാഹ്യമായ തലത്തിൽ അന്വേഷിക്കുന്നത് എന്ന് വെച്ചാൽ മറ്റൊരു വസ്തുവിനെ, ഘടപടാദികളെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത് പോലെ ആത്മാവിനെ അന്വേഷിച്ച് കണ്ടെത്തുക സാധ്യമല്ല എന്നർത്ഥം. അതായത് വലിയ ഒരു ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ആദ്യമേ പറഞ്ഞ ശ്ലോകങ്ങൾ, 3 ശ്ലോകങ്ങൾ, ഞാൻ മുമ്പോട്ട് പോകുന്നില്ല, അപ്പൊ വീണ്ടും കറങ്ങി നിൽക്കുന്നു എന്ന് തോന്നുന്നു. അതായത് ആദ്യമേ പറഞ്ഞ 3 ശ്ലോകങ്ങൾ അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് സൂചിപ്പിച്ചു വിട്ടിട്ട് അടുത്ത് നമുക്ക് ഈ 4ാമത്തെ ശ്ലോകത്തിലേക്ക് വിഷയത്തിലേക്ക് വരാമെന്ന് വിചാരിക്കുക. അതായത് ആദ്യത്തെ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞത് എന്നുവെച്ചാൽ ഏതൊരു ശൈലിയാണ് ഗുരു ഈ ആദ്യത്തെ 2 ശ്ലോകങ്ങളെ അവതരിപ്പിക്കുന്നതിൽ കൈക്കൊണ്ടിട്ടുള്ളത്, അതിനെ ഒന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് 3ാമത്തെ ശ്ലോകം കഴിഞ്ഞ പ്രാവശ്യം പൂർത്തിയാക്കിയില്ല, അതിനെക്കുറിച്ചുകൂടെ പറഞ്ഞിട്ട് 4ാമത്തെ ശ്ലോകത്തിന്റെ വിഷയത്തിലേക്ക് വരാം. അതിന്റെ ആമുഖമായിട്ട് ഇത് പറഞ്ഞു ഒന്ന് മാത്രം. അതായത് ആദ്യത്തെ ശ്ലോകത്തിൽ ഗുരു പറയുന്നത് അറിയപ്പെടുന്നതിലെല്ലാം പൊരുളായിരിക്കുന്നത് അറിവ് മാത്രമാണ് എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അറിയപ്പെടും ഇത് വേറല്ല, അറിവായിടും തിരഞ്ഞിടും നേരം. അതേപോലെ തന്നെ 2ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് അറിവില്ലെന്നുണ്ടെങ്കിൽ അറിയപ്പെടുന്നതുമില്ല. അതായത് അറിവില്ലെന്നാലില്ലീ അറിയപ്പെടുമെന്നത്. അതായത് ആദ്യത്തെ ശ്ലോകത്തിൽ പോസിറ്റീവായി പറഞ്ഞു, 2ാമത്തെ ശ്ലോകത്തിൽ നെഗറ്റീവായി പറഞ്ഞു. ഈ വിഷയാവതരണത്തിൽ ശാസ്ത്രസമ്മതിയായ രീതിയിൽ വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ കൈക്കൊള്ളുന്ന ഒരു രീതിയാണ്, ഒരു ശൈലിയാണ്, അവതരണ രീതിയാണ് അന്വയ വ്യതിരേക രീതി എന്ന് പറയും. അന്വയം വ്യതിരേകം. അന്വയം പോസിറ്റീവായി പറയുക, പിന്നെയോ വ്യതിരേകം നേരെ വിപരീതം വെച്ചാൽ നിഷേധാത്മകമായി പറയുക. അപ്പൊ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരു വസ്തുവിനെ സംസ്ഥാപനം ചെയ്യുന്നതിന് വേണ്ടി ഈ 2 രീതിയിലും 2 ശൈലിയിലും വിഷയാവതരണം നടത്തും, ശാസ്ത്രരീതിയാണ്. അത് തന്നെയാണ് ഗുരു ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിലും 2ാമത്തെ ശ്ലോകത്തിലും കൈക്കൊണ്ടിട്ടുള്ളത്. ആദ്യത്തെ ശ്ലോകത്തിൽ അന്വയ രീതിയിൽ പറഞ്ഞു, 2ാമത്തെ ശ്ലോകത്തിൽ വ്യതിരേക രീതിയിൽ പറഞ്ഞു. അതെങ്ങനെയെന്നാൽ നോക്കൂ, എന്താണ് പറഞ്ഞത്? അറിയപ്പെടുന്നതിലെല്ലാം പൊരുളായിരിക്കുന്നത് അറിവ് മാത്രമാണ്. അതാണ് അന്വയ രീതിയിൽ പറഞ്ഞത്. അതായത് ഈ അന്വയ രീതി എന്ന് പറയുമ്പോൾ ഇതുണ്ടോ അതുകൊണ്ട്, യത് സത്വേ തത് സത്വം, ഇതുണ്ടോ അതുകൊണ്ട് എന്നതാണ് രീതി. അറിവുണ്ടോ അറിയപ്പെടുന്നതുമുണ്ട്. അറിയപ്പെടും ഇത് വേറല്ല, അറിവായിടും തിരഞ്ഞിടും നേരം. അദ്ദേഹത്തിന് ഇവിടെ സംസ്ഥാപനം ചെയ്യേണ്ടിയിരിക്കുന്നത്, സാധിക്കേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ സാധ്യമായിരിക്കുന്നത് അറിവെന്നതാണ്. അപ്പോൾ അറിവിനെ സാധിക്കുന്നതിന് വേണ്ടി, അറിവിനെ സംസ്ഥാപനം ചെയ്യുന്നതിന് വേണ്ടി, അറിവിന്റെ സർവാതിശായിത്വത്തെ സംസ്ഥാപനം ചെയ്യുന്നതിന് വേണ്ടി അറിയപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞു. അറിവുണ്ടോ അറിയപ്പെടുന്നതുമുണ്ട്. അതായത് അങ്ങനെയാണ് അറിവെന്നത് ഇവിടെ സാധ്യമായിരിക്കുന്നു, അറിയപ്പെടുന്നത് എന്നത് ഹേതുവായിരിക്കുന്നു. സാധ്യമുള്ളിടത്തേ ഹേതുവുള്ളൂ. ഇവിടെ സാധിക്കേണ്ടിയിരിക്കുന്നത്, സംസ്ഥാപനം ചെയ്യേണ്ടിയിരിക്കുന്നത് അറിവിനെയാണ്. അറിവാണ് സാധ്യം. ഏതിനെ അവലംബിച്ചുകൊണ്ട്? അറിയപ്പെടുന്നതിനെ അവലംബിച്ചുകൊണ്ട്. അതാണ് ഹേതു. അപ്പൊ സാധ്യ ഹേതുക്കൾ. അപ്പൊ ഈ സാധ്യവും അതായത് സാധ്യമുണ്ടെങ്കിലേ ഹേതു ഉണ്ടായിരിക്കുകയുള്ളൂ. അതാണ് പറയുന്നത്. ഇതുണ്ടോ അതുണ്ട്.
അപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ തീയുള്ളിടത്തേ പുകയുള്ളൂ. തീയെയാണ് സാധിക്കേണ്ടത് പുകയെ വെച്ചുകൊണ്ട്. അപ്പൊ തീ ഉള്ളിടത്തേ പുകയുള്ളൂ, സാധ്യമുള്ളിടത്തേ ഹേതുവുള്ളൂ, അറിവുള്ളിടത്തേ അറിയപ്പെടുന്നതുള്ളൂ. അറിവുള്ളിടത്ത് മാത്രമാണ് അറിയപ്പെടുന്നതുള്ളത്. അപ്പൊ അറിയപ്പെടുന്നതുണ്ടെങ്കിൽ ആരുണ്ടെന്നർത്ഥം? അറിവുണ്ടെന്നർത്ഥം. അതാണ് അദ്ദേഹം ആദ്യമേ അന്വയ രീതിയിലാണ് ആദ്യത്തെ ശ്ലോകത്തിൽ അറിവിനെ സംസ്ഥാപനം ചെയ്തത്. അറിവാണ് അവിടെ സാധ്യമായിരിക്കുന്നത്. അറിവേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിന് ഇവിടെ സംസ്ഥാപനം ചെയ്യേണ്ടിയിരിക്കുന്നത്. അത് അറിവാണ് സാധ്യമായിരിക്കുന്നത്. ആ സാധ്യത്തെ സംസ്ഥാപനം ചെയ്തിരിക്കുന്നതിന് നിദാനമായി ഹേതുവായി അറിയപ്പെടുന്നതിനെ സ്വീകരിച്ചു. അദ്ദേഹം പറയുന്നു, അറിയപ്പെടും ഇത് വേറല്ല, അറിവായിടും തിരഞ്ഞിടും നേരം. സൂക്ഷ്മം അന്വേഷിച്ചാൽ ഈ അറിയപ്പെടുന്നതുണ്ടല്ലോ, അത് അറിവ് തന്നെയാണ്. അപ്പൊ അറിവാണ് അറിയപ്പെടുന്നതെന്ന് അറിവിനെ സംസ്ഥാപനം ചെയ്യുന്നതിന് വേണ്ടി അറിയപ്പെടുന്നതിനെ ഹേതുവായി കൊണ്ടുവന്നു. അതെന്താന്ന് വെച്ചാൽ, എവിടെ സാധ്യമുണ്ടോ സാധ്യമുള്ളിടത്തേ ഹേതു ഉണ്ടായിരിക്കുകയുള്ളൂ, അറിവുള്ളിടത്തേ അറിയപ്പെടുന്നതുണ്ടായിരിക്കുകയുള്ളൂ. ഇപ്പൊ തീയെയും പുകയെയും എടുത്തു കഴിഞ്ഞാൽ തീയുള്ളിടത്തേ പുകയുണ്ടായിരിക്കുകയുള്ളൂ. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ അദ്ദേഹം കൈക്കൊണ്ട രീതി. ഇനി അതിനെ തന്നെ വ്യതിരേക രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ, അഭാവരൂപേണ. അതായത് അദ്ദേഹം എങ്ങനെ പറയുന്നു? യഥഭാവേ തദഭാവ. ഇതില്ലയോ അതുമില്ല, ഇതില്ലെങ്കിൽ അതുമില്ല, സാധ്യമില്ലെങ്കിൽ ഹേതുവുമില്ല, തീയില്ലെങ്കിൽ പുകയുമില്ല, സാധ്യമില്ലെങ്കിൽ ഹേതുവില്ല, തീയില്ലെങ്കിൽ പുകയുമില്ല, അറിവില്ലെങ്കിൽ അറിയപ്പെടുന്നതുമില്ല. ആദ്യമേ പറഞ്ഞത് അറിവുണ്ടെങ്കിലേ അറിയപ്പെടുന്നതുള്ളൂ. അത് അന്വയ രീതിയിൽ അവതരിപ്പിച്ചു. രണ്ടാമത് വ്യതിരേക രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, അറിവില്ലെങ്കിൽ അറിയപ്പെടുന്നതുമില്ല. അപ്പോൾ ഒരെണ്ണത്തിന് സംസ്ഥാപനം ചെയ്യുവാൻ അന്വയ രീതിയിലും വ്യതിരേക രീതിയിലും, അപ്പോൾ അറിവിന്റെ സർവാധിശായിത്വത്തെ അറിവ് മാത്രമേ ഉള്ളൂ എന്ന് സംസ്ഥാപനം ചെയ്യുവാൻ ശാസ്ത്രസമ്മതമായിരിക്കുന്ന ഈ അന്വയ വ്യതിരേക രീതിയെ അവലംബിച്ചുകൊണ്ടാണ് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളിൽ ഗുരു അറിവിന്റെ ഏകത്വത്തെ, അല്ലെങ്കിൽ അറിവിന്റെ സർവാധിശായിത്വത്തെ, അറിവ് മാത്രമേ ഉള്ളൂ എന്ന് സംസ്ഥാപനം ചെയ്തു. ഇനി നമ്മൾ മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക്, ഇതിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ടൊന്ന് പറഞ്ഞതാണ്. കാരണം അതായത് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോ, അറിവിനളവില്ലാതേതറിയാം അറിവായതും വിളങ്ങുന്നു, അറിവിൽ എഴുന്ന കിനാവിഞ്ഞറിവായിടുന്ന വണ്ണമങ്ങെല്ലാം. അപ്പൊ ആദ്യമേ അറിവിനെ സംസ്ഥാപനം ചെയ്തു അന്വയ രീതിയിലും വ്യതിരേക രീതിയിലും. മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളിൽ പറഞ്ഞത് അറിയപ്പെടുന്ന രൂപത്തിൽ വരുന്നതായ അറിവിനെ കുറിച്ച്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിന് വിഷയീഭവിക്കുന്ന ആംശികമായിരിക്കുന്ന അറിവുകളെ, നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തുന്ന അറിവുകളെ, നമ്മുടെ പ്രമയിലൂടെ, നമ്മുടെ അറിവുകളിലൂടെ അളന്ന് തിട്ടപ്പെടുത്തുന്ന അറിവറ്റതായിരിക്കുന്ന അറിവിനെ കുറിച്ചാണ്. അറിവറ്റതാണ് അറിവ് യാഥാത്മ്യത്തിൽ, സത്യത്തിൽ. അങ്ങനെ അറിവറ്റിരിക്കുന്നതായ അളവ് നമ്മളുടെ പ്രമയിലൂടെ, നമ്മൾ പ്രമാണപ്രവർത്തനത്തിലൂടെ ആംശികമായി ഛേദിച്ച് നമ്മൾ അറിയുന്നു. ഇപ്പൊ കടജ്ഞാനം, പടജ്ഞാനം, ഗോജ്ഞാനം ഇങ്ങനെ ആംശികമായി അറിയപ്പെടുന്നതെല്ലാം അറിവ് തന്നെ എന്ന് അന്വയ രീതിയിലും വ്യതിരേക രീതിയിലും എന്ന ശാസ്ത്രസമ്മതമായ രീതിയെ അവലംബിച്ചുകൊണ്ടാണ് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളിലൂടെ ഗുരു അവതരിപ്പിച്ചത്. ഇനി നേരിട്ട് പരമാത്മാവെന്ന് ഖ്യാതമായിരിക്കുന്ന യാതൊരു തരത്തിലും, എല്ലാ തരത്തിലും അവിഛിന്നമായിരിക്കുന്ന, ഒരു തരത്തിലും വിഭേദതയില്ലാത്ത പൂർണ്ണമായ അറിവിനെയാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മളുടെ അറിവുകളെ കൊണ്ട്, അതായത് ജ്ഞാതാവ് അവന്റെ ജ്ഞാനപ്രക്രിയയിലൂടെ ഛേദിച്ച് ഭിന്നമായി വിച്ഛേദം സംഭവിച്ച, അല്ലെങ്കിൽ അവച്ഛേദ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഘടപടാതി രൂപത്തിലുള്ളതായ ഈ പ്രപഞ്ചമായിരിക്കുന്ന വിച്ഛേദം സംഭവിച്ചിരിക്കുന്നതായ ആംശികമായ അറിവുകൾ എന്തൊക്കെയുണ്ടോ ആ അറിവുകളെല്ലാം അല്ലെങ്കിൽ അറിയപ്പെടുന്ന രൂപത്തിലുള്ളതായ അറിവിന്റെ അംശങ്ങളുണ്ടോ അതെല്ലാം പരമമായ ഒരറിവാണെന്നാണ് ആദ്യത്തെ രണ്ടിൽ പറഞ്ഞത്. എന്നിട്ട് അങ്ങനെ ഈ അന്വയ വ്യതിരേക രൂപത്തിൽ അവതരിപ്പിച്ചതിന് ശേഷം മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഗുരു പറയുകയാണ്, നിങ്ങളിങ്ങനെ ഛേദിച്ചറിഞ്ഞ അറിവുണ്ടല്ലോ,
ആ അറിവിനും അപ്പുറം നിൽക്കുന്ന എങ്ങനെ അളവില്ലാത്ത ഒരറിവുണ്ട്. ഇവിടെ ഇതെല്ലാം ഘടപടാതി രൂപത്തിൽ അളന്നറിഞ്ഞ അറിവാണ്. ആ അറിവിൽ നിന്ന് അളവില്ലാതെ നിൽക്കുന്ന യാതൊരറിവുണ്ടോ, യാതൊന്നുണ്ടോ, അതും അറിവ് തന്നെയാണ്. അളവില്ലാതെ നിൽക്കുന്നതും അറിവ് തന്നെയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതായത് ഇപ്പൊ നമ്മൾ ഏത് എതിയപ്പോലുള്ളവർ പറയുന്നുണ്ട്, ഏത് പരിമേയമായ ഒരു പരിമേയമായിരിക്കുന്ന അളന്ന് തിട്ടപ്പെടുത്തുന്ന ഒന്നിനെ എടുക്കുമ്പോൾ ആ അളക്കൽ പ്രക്രിയ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വിച്ഛേദനമാണ്, ഒരു തരത്തിലുള്ള പരിച്ഛേദനമാണ്. അപ്പൊ കുന്നുകൂട്ടിയിരിക്കുന്ന ഒരു നെൽക്കൂനയിൽ നിന്ന് നാഴി അളന്നെടുത്താൽ നാഴിയെ അളക്കുന്നു, നാഴി നെല്ലെന്ന് നാം അറിയുമ്പോൾ ആ നാഴി നെല്ലിനെ അളന്നെടുക്കുന്നത് പോലെയാണ് ഈ അറിവിന് അളവില്ലാതിരിക്കുന്നതായ അറിവിൽ നിന്ന് ഘടത്തെ നമ്മൾ അളന്നെടുക്കുന്നു, അല്ലെങ്കിൽ പടത്തെ നമ്മൾ അളന്നെടുക്കുന്നു. അപ്പൊ ഏതൊരറിവും ഒരളന്നെടുക്കലാണ്. ആ അളന്നെടുക്കലിൽ ഒരു വിച്ഛേദമുണ്ട്. ഛേദിക്കാതെ നിങ്ങൾക്ക് ഒന്നിനെ അളന്ന് മാറ്റാൻ കഴിയത്തില്ല. അതാണ് അതിനകത്ത് സംഭവം. അപ്പൊ പക്ഷേ ഇപ്പൊ നമ്മൾ ഒരു കൂന നെല്ലിൽ നിന്ന് നാഴി നെല്ല് അളന്നാൽ അളക്കപ്പെടാത്ത ആ ഒരു മഹാകൂന അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം പറയാണ് ഈ അളന്നെടുത്തതും ശരി, പക്ഷേ സത്യത്തിൽ അളവില്ലാതെ നിൽക്കുന്നതും അറിവ് തന്നെയാണ്, അളവില്ലാതെ നിൽക്കുന്നതും നെല്ല് തന്നെയാണ്. നിങ്ങൾ അളന്നെടുത്ത നാഴി നെല്ല് നെല്ലായിരിക്കുന്നത് പോലെ അളക്കപ്പെടാതിരിക്കുന്ന നെല്ലും നെല്ല് തന്നെയാണ്. അതുപോലെ അളന്നെടുത്ത ഘടപടാതി രൂപത്തിലിരിക്കുന്ന അറിവ് തന്നെയാണ്. അതേസമയം അതിനപ്പുറത്ത് ഈ ഘടപടാതി രൂപത്തിൽ വിച്ഛേദം സംഭവിക്കാതെ നിൽക്കുന്ന പരമസ്വരൂപമായിരിക്കുന്ന അറിവ് തന്നെയാണ്. അതാ അറിവിനളവില്ലാതെ ഏതറിയാം, അറിവായതും വിളങ്ങുന്നു, അതും അറിവ് തന്നെയാണ്. കാരണം ഏതൊരു ജ്ഞാനപ്രക്രിയയും ഒരളക്കലാണ്. പ്രമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനെ, ഞാൻ ആ പ്രമാണത്തെക്കുറിച്ച് സംസാരിക്കും. അപ്പൊ അറിവിനളവില്ലാതേതറിയാം, അറിവായതും വിളങ്ങുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് അളന്നറിയപ്പെട്ടതെല്ലാം അറിവിൽ വിലയം കൊള്ളുന്നു. നമ്മൾ ഘടപടാതി രൂപത്തിൽ അറിയപ്പെട്ടതെല്ലാം, അതായത് അറിയപ്പെടുന്നതെന്ന രൂപത്തിലുള്ള സകലതും എവിടെ ഇപ്പൊ പരിമേയമായി, നമ്മൾ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മളൊന്നിനെ പരിമിതപ്പെടുത്തുമ്പോൾ അപരിമിതമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ആ പരിമിതിയെ സംഭവിക്കുന്നത് എന്നർത്ഥം. സാപേക്ഷമായ ഒന്നിനെ കുറിച്ച് പറയുമ്പോൾ നിരപേക്ഷമായതിന് പശ്ചാത്തലമായി വരും, പരിമേയമായതിന്റെ പശ്ചാത്തലമായി അപരിമേയമായത് വരും, അളന്നെടുത്തതിന്റെ പശ്ചാത്തലമായി അളന്നറിയപ്പെടാത്തത് വരും. അതാണ് ആ അളന്നറിയപ്പെടാത്ത അപരിമേയമായ നിരപേക്ഷമായ എന്തുണ്ടോ അതിനെക്കുറിച്ചാണ് നിജപരമാത്മാവ് എന്ന് തന്നെയാണ് അർത്ഥം. അതിനെയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്, അറിവിനളവില്ലാതേതറിയാം, അറിവായതും വിളങ്ങുന്നു. ഇവിടെ അപ്പോ ആ നമ്മൾ അറിഞ്ഞ് അളക്കപ്പെട്ടതെല്ലാം, അല്ലെങ്കിൽ അറിവിലൂടെ, ആംശികമായ അറിവിലൂടെ അളക്കപ്പെട്ടതെല്ലാം ആ അളക്കപ്പെടാത്തതായിരിക്കുന്ന, അളവില്ലാതെ നിൽക്കുന്ന, അപരിമേയമായി നിൽക്കുന്ന ആ അറിവ് തന്നെയാണ്. അതിന് ദൃഷ്ടാന്തമായി അദ്ദേഹം കൊണ്ടുവരുന്നത് സ്വപ്നാനുഭവത്തെയാണ്. അതെങ്ങനെയെന്നാൽ ആ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചില്ല. അറിവിലെഴുന്ന കിനാവിഞ്ഞറിവായിടുന്ന വണ്ണമെങ്ങെല്ലാം, അറിവിലെഴുന്ന കിനാവിഞ്ഞറിവായിടുന്ന വണ്ണമെങ്ങെല്ലാം. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലെ നമ്മുടെ ഈ സ്വപ്നാനുഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടാവാം. അറിവിന്റെ, നമ്മുടെ ഉണ്മയുടെ, ബോധത്തിന്റെ പല തലങ്ങളുണ്ട്. അത് മാണ്ഡൂക്യോപനിഷത്തിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയൻ, 4 അവസ്ഥകളെ പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ സൈക്കോളജിയുടെ ഏറ്റവും ഉത്തമ ദൃഷ്ടാന്തമായി നിലകൊള്ളുന്ന കൃതിയാണ് മാണ്ഡൂക്യോപനിഷത്ത്. കാരണം ആത്മാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, പരമചൈതന്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ബോധസ്വരൂപങ്ങൾ, ബോധം എങ്ങനെയൊക്കെയാണ് ആവിഷ്കൃതമാകുന്നത് എന്ന് നമ്മളുടെ ബോധതലങ്ങളുടെ പ്രത്യേകതകൾ വെച്ചുകൊണ്ട്, ആനുഭവികമായ പ്രത്യേകത വെച്ചുകൊണ്ട് ആവിഷ്കരിക്കുന്ന വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടിരിക്കുന്ന കൃതിയാണ് മാണ്ഡൂക്യോപനിഷത്ത്. ആ മാണ്ഡൂക്യോപനിഷത്തിലെ നമ്മളുടെ ബോധതലത്തെ പറയുമ്പോൾ ജാഗ്രത അതൊരു പക്ഷേ സൂചിതമായിരിക്കും, നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പറയുന്നു എന്ന് മാത്രം. കാരണം ഇവിടെ ഇത് പ്രസക്തമായതുകൊണ്ട്. അതായത് ജാഗ്രത അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്ന, നമ്മുടെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും നമ്മുടെ മനസ്സ് ഉണർന്നിരിക്കുന്നതായ, ജാഗ്രത ആയിരിക്കുന്ന ഈ അവസ്ഥ, നമ്മുടെ ചുറ്റുമുള്ളതായ സമസ്ത വസ്തുക്കളെയും കാണുന്ന, ബോധപൂർവം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതായ ജാഗ്രത അവസ്ഥ.
അതായത് ആ സമയത്ത് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണർന്നിരിക്കുകയാണ്, മനസ്സുണർന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങ് ഉണർന്നിരിക്കുന്നതായ നമ്മുടെ മനസ്സിലൂടെ, ഉണർന്നിരിക്കുന്നതായ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ബാഹ്യമായ ഈ പ്രപഞ്ചത്തെ അറിയുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ, വിശ്വാഭിമാനിയായിരിക്കുന്ന അവസ്ഥ. ആ ജീവനെ അന്നേരം പറയുന്നത് വിശ്വൻ എന്നാണ്, വിശ്വാഭിമാനിയായിരിക്കുന്നത്. അതിന്റെ ടോട്ടാലിറ്റിയെ പറയുന്നത് വൈശ്വാനരൻ എന്നാണ്. അപ്പൊ അങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്, വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. വളരെ വളരെ എന്താണ് അസംയുക്തമായ രീതിയിൽ കൃത്യമായും നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ ലളിതമായി അവതരിപ്പിക്കുന്ന കൃതിയാണ് ഏറ്റവും ചെറിയ ഉപനിഷത്തായ മാണ്ഡവ്യോപനിഷത്ത്. അതിനുശേഷം രണ്ടാമത്തെ അവസ്ഥ സ്വപ്നാവസ്ഥ. ആ സ്വപ്നാവസ്ഥയെ കുറിച്ച് അവിടെ പറയും. ഈ സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത് നമ്മളെല്ലാം സ്വപ്നം കാണും. ഫ്രോയിഡ് പറയുന്നത് പോലെ സ്വപ്നം. ഫ്രോയിഡ് വ്യാഖ്യാനിക്കുന്ന രൂപത്തിലല്ല, ഭാരതീയ ജ്ഞാനശാസ്ത്രം അല്ലെങ്കിൽ ഭാരതീയമായ നമ്മളുടെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് നമ്മുടെ മനഃശാസ്ത്രം അനുസരിച്ച് അങ്ങനെയല്ല വ്യാഖ്യാനിക്കുന്നത്. അത് വേറെ രീതിയിൽ, അത് ഞാൻ പറയുന്നത്. അപ്പോ ഈ സ്വപ്നാവസ്ഥ, നമുക്ക് സ്വപ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മളുടെ വേദാന്ത ശാസ്ത്ര രീതിയാ സ്വപ്നം ഉണ്ടാകുന്നത്. അതെങ്ങനെയെന്നാൽ, നമ്മൾ ഈ അനുഭവിയാതെ അറിവില്ല എന്ന് ഗുരു പറഞ്ഞതുപോലെ ആദ്യമേ ഒരു നേരിട്ട് അറിവിരിക്കണം. ജാഗ്രത അവസ്ഥയിൽ നമ്മൾ അനുഭവിച്ചതായ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിച്ചതായ അറിവുകളുടെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട്, അങ്ങനെ സംസ്കാര സഹൃതമായിരിക്കുന്ന മനസ്സ്, വാസനാവാസിതമായിരിക്കുന്ന മനസ്സ്, ആ സംസ്കാരങ്ങൾ നമ്മുടെ സ്വപ്ന സ്ഥലത്ത്, അത് നിദ്രയെന്ന് വേണം. നിദ്രയെന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പറയുന്നുണ്ട്, രണ്ടാമത്തെ സ്ഥലത്തിലെ ഒരർത്ഥബോധാവസ്ഥ എന്ന് വേണേൽ പറയാം. ആ ഒരു ബോധാവസ്ഥയിൽ അങ്ങനെ സംസ്കാര സഹൃതമായിരിക്കുന്ന നമ്മുടെ മനസ്സിന്റെ ഉടമയായിരിക്കുന്ന ജീവൻ അതിന്റെ സർഗശേഷി കൊണ്ട്, സർഗാത്മകത കൊണ്ട്, ആനന്ദാനുഭവത്തിലുള്ള താല്പര്യം കൊണ്ട് അതിനെ ഉണർത്തി അനുഭവിക്കുന്നതാണ്. അത് ഉണർന്നു വരുന്നതാണ്. അത് ഉണർന്നിട്ട് ജ്ഞാതാവും ജ്ഞേയവും ഒക്കെ ആയിത്തീരും. ജ്ഞാതാവ് അത് തന്നെ, എത്രത്തോളം പറയേണ്ട, ജ്ഞേയമായി സമസ്ത ജ്ഞേയങ്ങളുമായി സ്വാപ്നിക അനുഭവങ്ങളുമായി മാറുന്നത് നമ്മൾ ജാഗ്രത അവസ്ഥയിൽ കണ്ടതായ അനുഭവങ്ങൾ നമ്മളിൽ അവശേഷിപ്പിക്കുന്നതായ സംസ്കാരം. അങ്ങനെ സംസ്കാര സഹൃതമായിരിക്കുന്ന മനസ്സ്, സംസ്കാരത്തോടു കൂടിയിരിക്കുന്ന മനസ്സ്, വാസനകളാൽ വാസിതമായിരിക്കുന്ന ആ മനസ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ജീവന്റെ സർഗാത്മകതയെ ഈ മനസ്സിലൂടെ, സംസ്കാര സഹൃതമായ മനസ്സിലൂടെ ആവിഷ്കരിക്കുന്നതാണ് സ്വപ്നാനുഭവം. ആ സ്വപ്നാനുഭവങ്ങളെ അനുഭവിച്ച് നമ്മൾ എങ്ങനെയാണോ ജാഗ്രതയിൽ നമ്മൾ കരയുകയും ചിരിക്കുകയും സന്തോഷിക്കുകയും ഭയക്കുകയും അങ്ങനെ ഏതെല്ലാം ഭാവങ്ങളുണ്ടോ അതെല്ലാം സ്വപ്നത്തിലും നാം അനുഭവിക്കുന്നു. അപ്പൊ ഇത് എവിടുന്ന് വന്നു? ഇത് ഈ പുരുഷനിൽ നിന്ന് അല്ലെ? ഈ വിശ്വൻ തേജസ്സാണ്. അപ്പൊ തേജസ്സൻ എന്നാണല്ലോ പറയുന്നത്. അപ്പോ തൈജസ പ്രകൃതിയായിരിക്കുന്ന ആ ജീവതത്വത്തിൽ നിന്നും ആവിഷ്കൃതമായി അത് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് ഉപനിഷത്തിൽ പറയും, നതത്ര രഥ നരതയോഗ ന ബന്ധാനുഭവന്തി അത രഥാൻ രഥയോഗാൻ പദസൃജതേ എന്ന് പറയും. അതായത് അവിടെ നമ്മളിപ്പോ ഒരു രഥം കാണുന്നു, അന്നത്തെ കാലത്ത് വെച്ചിട്ടാ പറയുന്നത്, ഇന്ന് ബസ് കാണുന്നു പറയുന്നു വെച്ചു. അത രഥാൻ രഥയോഗാൻ പദസൃജതേ എന്നർത്ഥം. ആ സ്വാപ്നികമായ ലോകത്ത്, നമ്മൾ ബാഹ്യലോകത്ത് കാണുന്നത് പോലെയുള്ള രഥങ്ങളെ നമുക്ക് പുറത്ത് കാണാനില്ല, അകത്തായില്ല. അവിടെ രഥങ്ങളില്ല, സത്യത്തിൽ രഥയോഗങ്ങളായ കുതിരകളില്ല, പന്താനം രഥം ഓടുന്നതായ പന്താവില്ല, മാർഗമില്ല. പിന്നെയോ ഈ ജീവൻ തൻ്റെ ഉള്ളിൽ തന്നെ എന്തിനെ ക്രിയേറ്റ് ചെയ്യുന്നു? രഥത്തെയും രഥയോഗങ്ങളെയും കുതിരയെയും അത് രഥം ഗമിക്കുന്നതായ മാർഗത്തെയും ഒക്കെ ഈ ജീവൻ അതിൻ്റെ സർഗാത്മകത കൊണ്ട് ആനന്ദാനുഭവത്തിലുള്ളതായ അഭിവാഞ്ച കൊണ്ട് സ്വയം ക്രിയേറ്റ് ചെയ്ത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സ്വപ്നാനുഭവം. ശരി, അങ്ങനെ സ്വപ്നാനുഭവങ്ങളെല്ലാം ഉണ്ടായി. സ്വപ്നം കാണുന്ന സമയത്ത് നമുക്കത് യാഥാർത്ഥ്യമാണ്. എങ്ങനെ ജാഗ്രത അവസ്ഥയിലെ പുരുഷൻ അനുഭവിക്കുന്നുണ്ടോ അതേ തീവ്രതയോടും അതേ ഭാവാത്മകതയോടും അതേ ശക്തിയോടും കൂടിയാണ് സ്വപ്നവും നാം അനുഭവിക്കുന്നത്. എല്ലാ ദിവസവും നാം സ്വപ്നം കാണുന്നുണ്ട്. അതാണ്. അപ്പോ കാരണം അതിനെക്കുറിച്ചൊക്കെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് ആ വിഷയത്തിലേക്ക് ഒരുപാട് കിടക്കണ്ടെന്ന് വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാല് അങ്ങനെ എല്ലാ ദിവസവും സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഈ സ്വപ്നാനുഭവങ്ങളെല്ലാം നമ്മൾ ജാഗ്രതയിലേക്ക് ഉണർന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾ ജാഗ്രതയിലേക്ക് വരുന്നു. അപ്പോൾ അകത്തേക്ക് പോകുമ്പോൾ സുഷുപ്തി. അതാണ് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുര്യൻ. ഇന്റൻസിറ്റി കൂടി വരും. അവസാനം അതിനെല്ലാം അതിവർത്തിക്കുന്നതാണ് തുരീയ അവസ്ഥ. അപ്പോൾ അകത്തേക്ക് പോയി രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് സ്വപ്നം എന്ന് പറയുന്നത്. അത് ഒടുങ്ങുന്നതാണ് നമ്മൾ സുഷുപ്തി അവസ്ഥയിലേക്ക് പോകുന്നത്. അത് പോട്ടെ, നമ്മൾ അവിടുന്ന് ജാഗ്രത അവസ്ഥയിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഉണർവും ഇതും എല്ലാം നമ്മൾ ആദ്യമേ ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോകും. എപ്പോഴും നമ്മൾ സുഷുപ്തിയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വപ്നത്തിലേക്ക് പോകും. അപ്പോ ജാഗ്രതയിൽ നിന്ന് സ്വപ്നം, സ്വപ്നത്തിൽ നിന്ന് സുഷുപ്തിയിൽ നിന്ന് സ്വപ്നം, സ്വപ്നത്തിൽ നിന്ന് ജാഗ്രത. ഇതാണ് ഒരു ക്രമം. അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഈ സ്വപ്നാവസ്ഥ എന്ന് പറയുന്നതിന്റെ മുഖ്യ പ്രശ്നം, ഈ സ്വപ്നത്തിലെ എന്തൊക്കെ അനുഭവിക്കുന്നുവോ അല്ലെങ്കിൽ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുവോ ആ സമസ്ത സ്വാപ്നിക പദാർത്ഥങ്ങളും ജാഗ്രതയിലേക്ക് ഉണരുമ്പോ ആരിലേക്ക് വിലയം കൊള്ളുന്നു? ആ സ്വപ്നദൃഷ്ടാവായിരിക്കുന്ന ആ തൈജസനിലേക്ക്, ആ ജീവതത്വത്തിലേക്ക് വിലയം കൊള്ളും.
അതെങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ. ആംശികമായിരിക്കുന്ന സർവ അറിവുകളും എവിടേക്ക് വിലയം കൊള്ളുന്നു? എന്താണ്? ഈ അളവില്ലാതിരിക്കുന്ന അറിവിലേക്ക് വിലയം കൊള്ളുന്നു. അതാണ്. അങ്ങനെയുള്ള ആ അറിവും അറിവ് തന്നെയാണ്. ആദ്യമേ പറഞ്ഞ പരിച്ഛിന്നമായിരിക്കുന്നതായ ഘടപടാതി രൂപത്തിലുള്ളതായ ഈ സമസ്തമായിരിക്കുന്ന അറിവിന്റെ നാനാതരത്തിലുള്ള എന്താ പറയുക അറിയപ്പെടുന്ന രൂപത്തിലുള്ള ആവിഷ്കാരമാണ് പറഞ്ഞത്. ആ ആവിഷ്കാരങ്ങളെല്ലാം അറിവ് തന്നെയാണെന്ന് അന്വയവ്യതിരേക രൂപത്തിൽ ആദ്യത്തെ 2 ശ്ലോകങ്ങളിലൂടെ ഗുരു അവതരിപ്പിച്ചതിനു ശേഷം 3-ാം ശ്ലോകത്തിലേക്ക് വരുമ്പം നിരവച്ഛിന്നമായിരിക്കുന്ന അളവില്ലാത്ത അറിവും അറിവ് തന്നെയാന്ന് പരമാത്മസ്വരൂപത്തെ അവതരിപ്പിക്കുന്ന തരത്തിലേക്ക് ആ അറിവിനെ അവതരിപ്പിച്ചതിനു ശേഷം ഈ ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ കണ്ടതായ പരിച്ഛിന്നമായിരിക്കുന്ന ആംശികമായിരിക്കുന്ന അറിയപ്പെടുന്ന രൂപത്തിലുള്ള ഘടപടാധ്യാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചാനുഭവം മുഴുവൻ ആ അപരിമേയമായിരിക്കുന്ന അറിവിലേക്ക് വരും എന്ന് സൂചിപ്പിക്കുക കൂടി ചെയ്തുകൊണ്ടാണ് അളവില്ലാത്ത യാതൊരു അറിവുണ്ടോ ആ അറിവും അറിവ് തന്നെ എന്ന് പറയുന്നു. അതിനെ ദൃഷ്ടാന്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? സ്വാപ്നികാനുഭവത്തെ പറഞ്ഞു. എങ്ങനെയാണോ ഒരു സംസ്കാര സഹൃതനായിരിക്കുന്ന ഒരു ജീവൻ തൻ്റെ ആ സർഗാത്മകത കൊണ്ട് അല്ലെങ്കിൽ സർഗശേഷി കൊണ്ട് തൻ്റെ പുറത്തല്ലാതെ തൻ്റെ ഉള്ളിൽ തന്നെ ഇതിനെ മുഴുവൻ സൃഷ്ടിച്ചിട്ട് സ്വാപ്നിക പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് അനുഭവിക്കുന്നതായ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് അതുകൊണ്ട് ആനന്ദാനുഭവത്തെ ചെയ്തതിനു ശേഷം അതിനെ എല്ലാം ജാഗ്രതാവസ്ഥയിലേക്ക് വരുമ്പോൾ തന്നിലേക്ക് തന്നെ മടക്കുന്നത് അല്ലെങ്കിൽ മടങ്ങിപ്പോകുന്നത്, അതുപോലെ ആംശികമായിരിക്കുന്ന ഈ സമസ്ത അറിവുകളും കടപടാതി രൂപത്തിലുള്ളതായ പ്രപഞ്ചാനുഭവങ്ങളും ഈ അളവറ്റതായ അറിവിലേക്ക് വിലയം കൊള്ളുന്നു എന്ന് സൂചിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത് ഈ ദൃഷ്ടാന്തത്തിലൂടെ. അതാ അറിവിൻ അളവില്ലാതേതറിയാം അറിവായതും വിളങ്ങുന്നു. അറിവിലെഴുന്ന കിനാവ് അറിവായിടുന്ന വണ്ണം. അതായത് നമ്മളെ വ്യക്തിപരമായി പറഞ്ഞാൽ അല്ലെങ്കിൽ വ്യഷ്ടിപരമായി പറഞ്ഞാൽ അറിവില്ല തൈജസ്സനായിരിക്കുന്ന ജീവൻ തന്നെയാണ് അതിന്റെ സർഗാത്മകത കൊണ്ട് ആ പ്രപഞ്ചത്തെ സകലതും സൃഷ്ടിച്ച് സ്വപ്നപ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ട് അവസാനം ജാഗ്രതയിലേക്ക് വരുമ്പോൾ അത് തന്നിലേക്ക് തന്നെ ഒടുങ്ങുന്നത് പോലെയാണ്. അതാണ് ഈ പറഞ്ഞ 3-ാമത്തെ ശ്ലോകത്തിന്റെ പ്രമേയമായി വരുന്നത്. ഇവിടെ 4-ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ അപ്പൊ പ്രഖ്യാപനം ചെയ്തു കഴിഞ്ഞു അറിവിന് നിറവുണ്ടെന്ന്. അറിവ് നിറഞ്ഞു നിൽക്കുക. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ അറിവ് ആണെങ്കിൽ ഈ അറിവിൽ നിന്ന് ഭിന്നമായത് എവിടെ ഇരിക്കും? യുക്തിപൂർവ്വം ഇത് വ്യാഖ്യാതാക്കൾ ഓരോരുത്തരും ഓരോ തരത്തിൽ പറയുന്നുണ്ട്. അത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. സാമാന്യന് ഒരർത്ഥം പറയാവുന്നേ. അപ്പോ ഈ 4-ാം ശ്ലോകത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് എന്താണ്? അറിവിന് മാത്രമേ നിറവുള്ളൂ, പൂർണിമയുള്ളൂ, പൂർണ്ണതയുള്ളൂ. അതായത് എങ്ങും നിറഞ്ഞിരിക്കുന്നതായ പൊരുൾ അറിവ് മാത്രമാണ്. സർവത്രകനാണ്, സർവവ്യാപിയാണ്. അറിവില്ലാത്ത സ്ഥലമില്ല. അങ്ങനെ അറിവ് എല്ലായിടവും ഇരിക്കുക. അപ്പം ചോദിക്കുകയാണ്, അറിവ് തന്നെയാണോ എല്ലായിടവും ഇരിക്കുന്നത്? അറിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടനെ ശാസ്ത്രം പറയും അപ്പം സർവത്ര അറിവില്ലാത്ത ഒരു സ്ഥലവുമില്ല. നമ്മൾ ആകാശത്തെ കുറിച്ച് പറയുന്നത് പോലെ ആകാശം ബ്രഹ്മമാണെന്ന് പറയുമല്ലോ, അതുപോലെ ആകാശമില്ലാത്ത ഒരു സ്ഥലമില്ല. അതുപോലെ എല്ലാ ആകാശത്തിൽ ഇരിക്കുന്നു എന്നാണ്. അവകാശധാതു ആകാശക എന്നല്ലേ പറയുന്നത്. എല്ലാത്തിനും ഇരിക്കാൻ ഇടം കൊടുക്കുന്നതാണ് ആകാശം. അവകാശം കൊടുക്കുന്നത് കൊണ്ടാണ് അവകാശം ഇരിപ്പിടം. ആ അവകാശം കൊടുക്കുന്നത് കൊണ്ടാണ് സ്പേസിനെ സ്പേസ് എന്ന് പറയുന്നത്, ആകാശത്തെ ആകാശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആകാശത്തെ ആത്മാവെന്ന് പറയുന്നത്. ആത്മാവില്ലാത്ത ഒരു തരവില്ല. ഇതെല്ലാം എവിടെ ഇരിക്കുന്നു? ആത്മാവിലിരിക്കുന്നു. എല്ലായിടത്തും ആത്മാവുണ്ടെങ്കിൽ പിന്നെ വേറെ എല്ലാത്തിനും ഇരിക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല. പക്ഷേ ഇരിക്കുന്നതായിട്ട് പോലെ തോന്നുന്നല്ലോ, ദ്വന്ദ്വാത്മകമായി അനുഭവപ്പെടുന്നുണ്ടല്ലോ. കാരണം ചിജ്ജട ചിന്തനം, ചിത്തും ജഡവും. അപ്പൊ ചിത്തിൽ നിന്ന് ഭിന്നമായി ജഡമുണ്ടെന്നല്ലേ. അതുപോലെ ആത്മാനാത്മ വിവേകനം, ആത്മാനാത്മ വിവേകം. അപ്പൊ അനാത്മാവുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ദ്വന്ദ്വാത്മകമായി നാം അറിയുന്ന വർത്തമാന അനുഭവത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷെ ഗുരു സൂക്ഷ്മമായി അറിഞ്ഞിട്ട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അനുഭൂതി സാന്ദ്രമയിൽ ചോദിക്കുകയാണ്, അറിവേ ഉള്ളുവെങ്കിൽ, അറിവ് സർവ്വവ്യാപിയാണെങ്കിൽ, അറിവ് പൂർണിമയാർന്നതാണെങ്കിൽ, ആ പൂർണിമയായ അറിവിൽ അറിവല്ലാതെ എന്തിനിരിക്കാൻ ഇടമുണ്ട്? സത്യത്തിൽ ഇല്ല. പക്ഷേ ഉള്ളതായി വ്യവഹരിക്കപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ അത് എവിടെ ഇരിക്കും? വ്യവഹരിക്കപ്പെടുന്നുണ്ടല്ലോ. ആ വ്യവഹരിക്കപ്പെടുന്നത് എവിടെ ഇരിക്കും? അതാ ചോദ്യം. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ അതിന് ഒരു വ്യാഖ്യാനം പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? അറിവിന് മാത്രമേ നിറവുള്ളൂ, പൂർണിമയുള്ളൂ, പൂർണ്ണതയുള്ളൂ. ബാക്കി എല്ലാ ആംശികങ്ങളാണ്, അപേക്ഷ ബാക്കി ഒന്നുമില്ല. അതാണ് ഒരു സത്യം. അതായത് എങ്ങും നിറഞ്ഞിരിക്കുന്നതായ പൊരുൾ അറിവ് മാത്രമാണ്.
അറിവ് മാത്രമാണ്. അപ്പൊ അറിവ് എല്ലായിടവും നിറഞ്ഞിരിക്കുന്നു എന്നതിന് ശാസ്ത്രസമ്മതി ഉണ്ടോ എന്നൊരു ചോദ്യം വരാം. അറിവ് എല്ലായിടവും നിറഞ്ഞിരിക്കുന്നു എന്ന് ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ടോ? ശാസ്ത്രസമ്മതി ഉണ്ടല്ലോ. അതെങ്ങനെ? അതായത് ഈ അറിവിനെ കുറിച്ച് അഥവാ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഒരു സംശയം, ഈ സമസ്ത വസ്തുക്കളും ആനുഭവികമായിരിക്കുന്ന ഈ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ തരത്തിലും, സ്ഥൂലതലത്തിലും സൂക്ഷ്മതലത്തിലും കാരണതലത്തിലും ആനുഭവികമായിരിക്കുന്ന ഈ പ്രപഞ്ചാത്മകത മുഴുവൻ അതിന്റെ സാകല്യമാണോ അറിവ്? അതിന്റെ സാകല്യമാണോ ആത്മാവ്? അതിന്റെ ടോട്ടാലിറ്റിയെയാണോ നിങ്ങൾ ആത്മാവെന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ തത്വജ്ഞനായ ഋഷി പറയുന്നത് എങ്ങനെയെന്നാൽ, പാദോസ്യ സർവാഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി. നിങ്ങൾ നോക്കൂ, പാദോസ്യ സർവാഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി. ഈ പറയുന്ന ടോട്ടാലിറ്റി ഉണ്ടല്ലോ, ഈ പ്രാപഞ്ചികമായിരിക്കുന്ന ആനുഭവിക ലോകത്തിന്റെ ആകത്തുക, അതല്ല ആത്മാവ്. അത് ഈ ആത്മാവിന്റെ ഒരു പാദമാകത്തേ ഉള്ളൂ, 4/1 ആകത്തുള്ളൂ. കണക്ക് വെച്ച് പറഞ്ഞാൽ നമ്മൾ സൂക്ഷ്മ പറയുന്നത് എന്താ വെച്ചാൽ അതിന്റെ മഹത്വത്തെ, ആത്മാവിന്റെ മഹത്വത്തെ കാണിക്കാനാണ്. ഈ പ്രപഞ്ചത്തിന്റെ ആകത്തുകയാണോ ആത്മാവ്? അങ്ങനെയൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല. പാദോസ്യ സർവാഭൂതാനി, അതായത് സമസ്ത ഭൂതങ്ങളും സമസ്ത പ്രപഞ്ചവും ഈ ആത്മാവിന്റെ ഒരംശം മാത്രമാണ്. ത്രിപാദസ്യ അമൃതം ദിവി, ഇതിന്റെ 3 പാദങ്ങളും 3/4 ഭാഗവും ഇതിന് പുറത്താണ്. അപ്പൊ എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ മഹനീയത നമ്മുടെ സങ്കല്പത്തിനും അപ്പുറമാണ്. അതിന്റെ ഗരിമ നമ്മുടെ സങ്കല്പത്തിനും അപ്പുറമാണ്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ എടുത്താൽ ഒരു പാദമാകുന്നതേ ഉള്ളൂ. അതേസമയം അതിന്റെ ഗരിമ എന്ന് പറയുന്നത് 3/4 ഭാഗവും ഇതിന് പുറത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വെറും എന്താണ്, ഒന്നുമില്ല. നമ്മൾ പറയത്തില്ലയോ, ഈ മരണത്തെക്കുറിച്ച് പറയുന്നു മൃത്യുർയസ്യ ഉപസേചനം. ആത്മാവിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ മൃത്യുർയസ്യ ഉപസേചനം. മരണം എന്ന് പറയുന്നത് അവന്റെ തൊടുകറിയാണ്. പിന്നെ മെയിൻ കറിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. മരണം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, യാദസ്യ ധ്രുവോ മൃത്യു, സകലതിനെയും ഉൾക്കൊള്ളുന്നതാണ്, ജനിച്ചതിനെ. എന്നതുപോലെ എന്ന് വെച്ചാൽ ആത്മാവിന്റെ ഗരിമയെ അല്ലെങ്കിൽ മഹത്വത്തെ, മഹനീയത വാഴ്ത്താൻ ഇത്തരത്തിൽ ഈ ഉപനിഷത്തിൽ ഉപയോഗിക്കുന്ന ഭാഷകൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഭാഷ എന്ന് വെച്ചാൽ അവാച്യമായ ഒന്നിനെ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അനിർവചനീയമായ ഒന്നിനെ നിർവചിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ വാക്കുകൾക്ക് അപ്പുറം നിൽക്കുന്ന ഒന്നിനെ വാക്കിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തത്വജ്ഞന്മാരായ ഋഷീശ്വരന്മാർ അവലംബിക്കുന്ന ഭാഷയിലൂടെ അതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കൈക്കൊള്ളുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മൾ ഉപനിഷത്ത് സാഹിത്യത്തിൽ കൃത്യമായും കാണാം. അതിരിക്കട്ടെ. അപ്പൊ ഇത് പറയുന്നത് പാദോസ്യ സർവാഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി എന്ന ഉപനിഷദുക്തിയിൽ നിന്ന് കൃത്യമായും നാം മനസ്സിലാക്കുന്നു എന്ത്? അറിവിന്റെ പൂർണിമ എന്ന് പറയുന്നത് അത് കേവല പൂർണിമയല്ല, പൂർണിമയെയും അതിവർത്തിച്ചു നിൽക്കുന്ന പൂർണിമയുടെ പരമകാഷ്ഠയാണ്, പരമസീമയാണ്, അല്ലെ? അങ്ങനെ അവധിയില്ലാത്ത നിരവധികമായ ഒരു തലമാണ്. അപ്പോൾ അറിവ് പൂർണ്ണമാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല, അത് ശാസ്ത്രസമ്മതമാണ്. അപ്പോ ഒരു ചോദിക്കുകയാണ്, അങ്ങനെ ശാസ്ത്രസമ്മതമായി അറിവ് പൂർണ്ണമാണ് എന്നിരിക്കെ അങ്ങനെയാണെങ്കിൽ അറിവല്ലാത്തത് എവിടെ ഇരിക്കും? അടുത്ത ഓപ്ഷൻ. കാരണം അങ്ങനെ ഒരു ധാരണ ഉള്ളത് കൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്. അങ്ങനെ ലോകത്ത് കാണുന്നു. കാരണം അതൊന്ന് സ്ഥിതസ്ഥിതിർ ചിന്തനീയ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നിൽക്കുന്നതിൽ നിന്നുമാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. ഇപ്പം നമ്മൾ അദ്വൈതാത്മകതയല്ല നിൽക്കുന്നത്, ദ്വൈതാത്മകതയിലാണ്. അപ്പോൾ അറിവല്ലാത്തത് കൊണ്ട്, അനാത്മാവായിരിക്കുന്ന ഈ കടപടാദികൾ നമ്മൾ കരുതുന്നത് കൊണ്ടല്ലോ. അപ്പോൾ അറിവല്ലാത്തത് എവിടെ ഇരിക്കും? അതാണ്. അങ്ങനെയാണെങ്കിൽ അറിവല്ലാത്തത് എവിടെ ഇരിക്കും? അതായത് അറിവല്ലാത്ത മറ്റൊരു പൊരുൾ ഉണ്ടെന്ന് കരുതുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ കരുതുന്നുണ്ടല്ലോ, അതാ അറിവല്ലാത്ത മറ്റൊരു പൊരുൾ ഉണ്ടെന്ന് കരുതുകയാണെങ്കിൽ അതെവിടെ ഇരിക്കും? അതെവിടെ സ്ഥിതി ചെയ്യും? അതെവിടെ ഉണ്ടെന്നാണ് പറയാൻ കഴിയുക? അത് അറിവിലല്ലേ ഇരിക്കാൻ നിവൃത്തിയുള്ളൂ. അതെവിടെ ഇരിക്കൂ? അറിവിലേ ഇരിക്കൂ. കാരണം അറിവില്ലാത്ത ഒരു സ്ഥലവുമില്ല. അപ്പൊ അറിവ് സർവ്വവ്യാപിയാണെന്ന് സംസ്ഥാപനം ചെയ്തു കഴിഞ്ഞു. അറിവ് സർവത്ര നിറഞ്ഞു നിൽക്കുന്നതാണെന്ന് ശാസ്ത്രസമ്മതമായി അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അറിവേ ഉള്ളൂ എന്നത് യാഥാത്മ്യം. ശരി, അറിവല്ലാത്തതായ ഒന്നുണ്ട്, അതിൽ നിന്ന് ഭിന്നമായ ഒന്നുണ്ട് എന്ന് കരുതുന്നുവെങ്കിൽ അതെവിടെ ഇരിക്കും? അറിവിലേ ഇരിക്കാൻ നിവൃത്തിയുള്ളൂ. അതാണ് പറയുന്നത്. അത് അറിവിലേ ഇരിക്കൂ. അറിവിൽ പക്ഷെ അങ്ങനെ ആണെങ്കിൽ അറിവിൽ കുടികൊള്ളുന്ന ഏതും അറിവിന്റെ രൂപത്തിലായിരിക്കണം. അതിൽ നിന്ന് ഭിന്നമായിരിക്കാൻ പറ്റത്തില്ലല്ലോ. അറിവിൽ എന്തെങ്കിലും കുടികൊള്ളുന്നെങ്കിൽ അത് അറിവിന്റെ ഏതെങ്കിലും ഒരു രൂപത്തിലായിരിക്കണം. അറിവിന്റെ രൂപത്തിലായിരിക്കുകയും വേണം. ചുരുക്കത്തിൽ
അറിവല്ലാത്തതെന്ന് കരുതാവുന്ന ഒന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഓപ്ഷനാണ്. കാരണം എന്ന് വെച്ചാൽ അത് സൂക്ഷ്മാർത്ഥത്തിൽ അത് സാധ്യമല്ലെങ്കിൽ പോലും നമ്മളുടെ ആനുഭവികമായിരിക്കുന്ന അജ്ഞാനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഒരു ചിന്തിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലെങ്കിൽ അജ്ഞാനത്തെ സാധ്യത അനുവദിച്ചുകൊണ്ട് ഒരു പറയുകയാണ്. അറിവല്ലാത്തതെന്ന് കരുതുന്ന ഒന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ഉണ്ടായിരിക്കുന്നത് അറിവിന്റെ ഒരു രൂപമെന്ന നിലയിൽ മാത്രമായിരിക്കും. അറിവിന്റെ ഒരു രൂപമെന്ന നിലയിൽ മാത്രം, കാരണം അറിവിലാണ് ഇരിക്കുന്നത്. അപ്പൊ അറിവിന്റെ ഒരു രൂപമെന്ന നിലയിൽ മാത്രമേ അതിനെ അവതരിപ്പിക്കുവാൻ അല്ലെങ്കിൽ അതിനെ നിലകൊള്ളുവാൻ കഴിയുകയുള്ളൂ എന്നർത്ഥം. അതായത് സൂക്ഷ്മം പറഞ്ഞാൽ അറിവല്ലാത്തത് എന്ന് നാം കരുതിപ്പോരുന്നതും ഉണ്ടായിരിക്കുന്നത് അറിവിന് പുറത്തല്ല, അറിവിനുള്ളിൽ തന്നെയാണ്. അപ്പൊ വീണ്ടും നമ്മൾ തീസിസിലേക്ക് വരുന്നു. അറിവേ ഉള്ളൂ, അറിവ് മാത്രമേ ഉള്ളൂ. അറിവല്ലാത്തതെന്ന് കരുതുന്നതും ഇരിക്കാൻ മറ്റൊരിടമില്ല. എവിടെയേ ഉള്ളൂ? അറിവ് മാത്രമേ ഉള്ളൂ. അറിവിലേ അതിന് സ്ഥാനമുള്ളൂ. അപ്പൊ അറിവിന്റെ ഏതെങ്കിലും ഒരു രൂപമെന്ന നിലയിൽ മാത്രമായിരിക്കും ആ അറിവല്ലാത്തതെന്ന് നിങ്ങൾ വ്യവഹരിക്കുന്നതും ഉണ്ടായിരിക്കുക. യുക്തി അനുസരിച്ച് അതേ സാധ്യമാകുകയുള്ളൂ. എല്ലായിടത്തും അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് അറിവല്ലാത്ത ഒന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം പിന്നെ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ അതെന്താ? അതെവിടെ ഇരിക്കും? അറിവിലിരിക്കും. അറിവിലിരിക്കുന്നെങ്കിൽ അറിവിന്റെ രൂപത്തിലേ ഇരിക്കാൻ സാധ്യമുള്ളൂ. അപ്പൊ അറിവല്ലാത്തതെന്ന് പറയുന്നത് സൂക്ഷ്മം ആലോചിച്ചാൽ അറിവിന്റെ ഏതെങ്കിലും ഒരു രൂപം ആയിരിക്കും, ഏതെങ്കിലും ഒരു ആവിഷ്കാരം, ഏതെങ്കിലും ഒരു രൂപമായിട്ട് അറിവല്ലാത്തതെന്ന് നിങ്ങൾ വ്യവഹരിക്കുന്നതിനിരിക്കാൻ സ്ഥിതിയുള്ളൂ. അതാണ് യുക്തി അനുസരിച്ച് സാധ്യതയുള്ളൂ എന്നർത്ഥം. ഇനി രണ്ടാമത്തെ, ഇത് ആദ്യത്തെ കാര്യമാണ് പറഞ്ഞത്. അറിവിന് നിറവുണ്ടെന്നാൽ അറിവല്ലാതുള്ളതെങ്ങിരുന്നീടും. അടുത്ത രണ്ടാമത്തെ 3-4 വരികളിൽ അറിവേതെന്നിങ്ങതു പോയി അറിയുന്ന അങ്ങെന്നിതെങ്ങിരുന്നീടും. അതായത് ശ്ലോകത്തിന്റെ 2-ാം പകുതിയിൽ പറയുന്നത് അറിവേത് എന്ന് അത് പോയി അറിയുന്ന അങ്ങെന്ന് ഇതെങ്ങിരുന്നീടും. അറിവ് ഏത് എന്ന് അത് പോയി അറിയുന്ന അങ്ങെന്ന് ഇതെങ്ങിരുന്നീടും. ഇവിടെ നാം അറിയാൻ ശ്രമിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് അറിവ് തന്നിൽ നിന്നും ഭിന്നമായ ഒന്നിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ അതെവിടെ ഇരിക്കാനാണ്? അങ്ങനെ ഒരറിവ് സാധ്യമല്ല. അത്രേ പറഞ്ഞോളൂ. എല്ലാ അറിവും പോലെയല്ല ഈ അറിവ്. അതായത് ഇവിടെ നാം അറിയാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നത് എന്തെന്നാലേ എങ്ങും നിറഞ്ഞിരിക്കുന്ന അറിവിനെയാണ്. അതാണല്ലോ നമ്മൾക്ക് പ്രമേയമായി വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചാ വിഷയമായി വരുന്നത്, നമ്മുടെ സാധ്യമായി വരുന്നത്. ഇനി അതിനെ മറ്റെവിടെയോ ഇരിക്കുന്ന ഒന്നെന്ന തരത്തിൽ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിച്ചാൽ എവിടെ കണ്ടെത്താനാണ്? അതാണ് എൻ്റെ സാരം. അറിവിനെ സർവവ്യാപിയായിരിക്കുന്ന, സർവത്രകനായിരിക്കുന്ന, സർവത്തിലും നിറഞ്ഞു നിൽക്കുന്നതായ, സർവാന്തര്യാമിയും അതിവർത്തിയുമായിരിക്കുന്നതായ ആത്മാവിനെയാണ്, അറിവിനെയാണ് അറിയാൻ ശ്രമിക്കുന്നത്. അതിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു വസ്തുവിനെ അറിയാൻ ശ്രമിക്കുന്നത് പോലെ, സാധാരണ നിലയിൽ ഒരു വസ്തുവിനെ, ഘടപടാദികളെ അറിയാൻ ശ്രമിക്കുന്നത് പോലെ ജ്ഞാതാവിൽ നിന്ന് ബാഹ്യമായി ജ്ഞേയമെന്ന തരത്തിൽ അറിയാൻ ശ്രമിച്ചാൽ അതെങ്ങനെ അറിയാൻ കഴിയും? കാരണം എല്ലാ എല്ലാ ജിജ്ഞാസയും പോലെ അല്ല ആത്മജിജ്ഞാസയാണ് ഞാൻ ആരാണെന്ന് അറിയാൻ ശ്രമിക്കുന്നത്. അതാണ് പ്രശ്നം. അപ്പോ അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, അങ്ങനെ തന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒന്നെന്ന തരത്തിൽ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിച്ചാൽ എവിടെ കണ്ടെത്താനാണ് എന്ന് വെച്ചാൽ എങ്ങും കണ്ടെത്താൻ കഴിയുകയില്ലെന്നർത്ഥം. അതായത് മറ്റൊരിടത്തിരിക്കുന്ന, തന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന, അന്വേഷകനിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന വേറൊരു വസ്തു എന്ന തരത്തിൽ കണ്ടെത്താവുന്ന ഒരു പൊരുളല്ല അറിവെന്നത്. അറിവെന്നത് എങ്ങും നിറഞ്ഞിരിക്കുന്ന ഒരു പൊരുളാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ അറിവിനെ അന്വേഷിക്കുന്ന അന്വേഷകനിലും നിറഞ്ഞിരിക്കുന്ന പൊരുൾ എന്ത് തന്നെയാണ്? അറിവ് തന്നെയാണ്. അപ്പൊ അന്വേഷിക്കുന്നവനിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണ്? അറിവ് തന്നെയാണ്. പുറത്തെന്നതുപോലെ അകത്തും അന്തര്യാമിയും അതിവർത്തിയുമാണ്. എല്ലാത്തിൻ്റെയും ഉള്ളിലും പുറത്തും അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം. അപ്പോ അറിവിനെ അന്വേഷിക്കുന്ന അന്വേഷകനിലും നിറഞ്ഞിരിക്കുന്ന പൊരുൾ അറിവ് തന്നെയാണ്. അതായത് ഏതൊരറിവിനെയാണോ അന്വേഷിക്കുന്നത് ആ അറിവ് തന്നെയാണ് അന്വേഷകനായിരിക്കുന്നത്. ഏതൊരറിവിനെയാണോ ഈ അന്വേഷകൻ അന്വേഷിക്കുന്നത്, ആത്മാന്വേഷണം, ആ അറിവ് തന്നെയാണ് അന്വേഷകനായിരിക്കുന്നത്. അപ്പൊ പിന്നെ അറിയാനുള്ള വഴി എന്താണ്? ആ അറിവിനെ കണ്ടെത്തുന്നത്
കണ്ടെത്തുന്നതിന് നാം അന്വേഷിക്കേണ്ടത് മറ്റെങ്ങുമല്ല, പിന്നെയോ അന്വേഷകൻ തന്നിലേക്ക് തിരിഞ്ഞ് സ്വയം അറിഞ്ഞാൽ മതി. ഇതാണ് അദ്ദേഹം പറയുന്നത്, ഇതാണ് സൂചിപ്പിക്കുന്നത്, നേരിട്ട് പറയുന്നില്ല. അതായത് മറ്റൊന്നുകൂടി, സമയമായോ? അതായത് ഈ അറിവിന്റെ കാര്യത്തിൽ പ്രത്യക്ഷാദി പ്രമാണങ്ങൾ പ്രവർത്തിക്കുകയില്ല. സമയമായി.